ഹലോ ഗൈസ്, ഐ ആം ബാക്ക്. അപ്പം ഗൈസ്, ഇന്ന് കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത്. സാധാരണ ഞാൻ ഇത്ര സീരിയസ് ആയിട്ടുള്ള കണ്ടന്റുകളൊന്നും റിയാക്ട് ചെയ്തിട്ടില്ല, പക്ഷെ ഇത് കുറച്ച് സീരിയസ് ആണ്. പിന്നെ ഈ വീഡിയോ ഒരു എന്റർടൈൻമെന്റ് മാത്രമാണ്. ഇത് സത്യമാണോ എന്നെല്ലാം ചോദിച്ചിട്ട് വരുന്ന ആൾക്കാരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, എനിക്കറിയില്ല. നിങ്ങൾക്ക് ഇതെല്ലാം കണ്ടിട്ട് എന്നാ തോന്നാ നിങ്ങൾ വിശ്വസിക്കാം. പിന്നെ ഇങ്ങനത്തെ വീഡിയോ എല്ലാം കാണുമ്പോൾ പേടിയുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. എന്നെപ്പോൾ ധൈര്യമായിട്ടിരിക്കും. നിങ്ങൾ നല്ല ഇരുട്ടുള്ള രാത്രി നിങ്ങളുടെ കാറും ഓടിച്ച് പോവുകയാണ്. അപ്പോഴായിരുന്നു നിങ്ങളുടെ മുന്നിലേക്കൂടി ഒരു രൂപം പോകുന്നതായിട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ നിങ്ങളുടെ റിയാക്ഷൻ എന്തായിരിക്കും? സോ ഇവിടെ അതാണ് സംഭവിച്ചത്. ഈ യൂട്യൂബർ രാത്രി വാഹനം ഓടിച്ച് പോകുന്ന സമയത്ത്, ഒരു മിനിറ്റ്, ഇത് യൂട്യൂബർ ആണോ? ഇത് ഏത് യൂട്യൂബറാ? അവൻ എന്തിനാണ് രാത്രി വാഹനം ഓടിച്ചു പോകുന്നത്? പറയുമ്പോ എല്ലാം പറയണോ? ഈ പ്രേതം വന്ന കഥ മാത്രം ലാസ്റ്റ് പറയുന്നത് ശരിയല്ല. ലൈറ്റും പിടിച്ച് ഒരു രൂപം അദ്ദേഹത്തിന്റെ മുന്നിലേ പോകുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. എന്തായാലും ക്യാമറ എടുക്കുന്നില്ല, എന്നാ പിന്നെ മര്യാദയ്ക്ക് എടുത്തൂടെ? ഇങ്ങനത്തെ വീഡിയോ എടുക്കുന്ന ആൾക്കാരെല്ലാം ഇങ്ങനെ ഷെയ്ക്കാക്കിട്ട് എടുക്കാനി. എന്തായാലും വീഡിയോ എടുക്കുന്നത്, എന്നാ പിന്നെ മര്യാദയ്ക്ക് കാണുന്ന വിധത്തിൽ എടുക്കാം. എന്താ സാധനം എനിക്ക് മര്യാദയ്ക്ക് തിരിയുന്നില്ല. പക്ഷെ എന്നാലും എന്തോ ഒരു സാധനം അവിടെ ഉണ്ട്. എന്നാലും അതാരായിരിക്കും ആ ടോർച്ച് അടിച്ചിട്ട് പോയത്? എനക്കൊന്ന് ദാമോദര രാത്രി ടോർച്ച് അടിച്ച് തൂറാനാറ്റ മോദരെ കണ്ടുപോയതാന്ന് തോന്നുന്നുണ്ട്. അതിനെ ഈ പ്രേതം എന്നെല്ലാം പറയുന്നത്. ശേഷം അത് എന്താണെന്ന് നോക്കാൻ വേണ്ടി അദ്ദേഹം കാർ സൈഡാക്കി കാറിന്റെ പുറത്തിറങ്ങി. അല്ലേ ഇവനിക്കല്ല ഇങ്ങനത്തെല്ലാം കണ്ട് അതിലൂട്ട് അങ്ങ് പോയ പുരിയന്തിന് ഈ കാറിനെല്ലാം എണീച്ച് നോക്കാൻ നിൽക്കുന്നു. പിന്നീട് അദ്ദേഹം കാറിന്റെ വാതിൽ അടച്ചപ്പോഴാണ് ഇത് സംഭവിച്ചത്. ഇങ്ങനൊരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും നിങ്ങൾ റിയാക്ട് ചെയ്യുക? ഇതുപോലത്തെ സിറ്റുവേഷൻ കണ്ട ഓടും, കണ്ടത്തിലൂട്ട് തൂറി ഓടും. ഈ സ്ത്രീ ഒരു കാട്ടിൽ തന്റെ കാർ നിർത്തിയിട്ട് കാറിൽ നിന്ന് പുറത്തിറങ്ങിയതാണ്. അങ്ങനെ ഒരു മിനിറ്റ്, ഇതെന്നാ സാധനം? ഈ മരത്തിന്റെ അടുത്തെന്നാ സാധനം? ഇത് ഈ വീഡിയോയിൽ ഇവൻ പറയുന്നില്ല, ഞാനിത് കണ്ടുപിടിച്ചതാണ് ഈ സാധനം. ഇതെന്നാ സാധനം? കണ്ട ആ സാധനം വന്നിട്ട് പോയാണ്ട ഒരു സാധനം അവിടെ നിർത്തി നോക്കിട്ട് പോയി. ക്യാമറയിൽ റെക്കോർഡ് ചെയ്യുകയാണ്. അങ്ങനെ ഈ സ്ത്രീ ഒരു പാലത്തിൽ കയറിയപ്പോഴാണ് വളരെയധികം വിചിത്രമായിട്ടുള്ള ഈ ഒരു രൂപം. അല്ലെങ്കിൽ എനിക്ക് ഈ ബിജിഎം വോയിസ് ഓവർ എനിക്ക് തീരെ പിടിക്കുന്നില്ല. എനിക്ക് ഇങ്ങനത്തെ വീഡിയോന്റെ ബാക്കിൽ ആരെങ്കിലും വോയിസ് ഓവർ കൊടുത്തിട്ട് പറയുന്ന കേൾക്കുമ്പോൾ എന്തെല്ലോ ആവും. പേടിയൊന്നും ഇല്ല, എന്നാലും ചെറിയൊരു പേടി കാണാൻ സാധിച്ചത്. അപ്പോൾ തന്നെ ആ സ്ത്രീക്ക് പേടിയെ തിരിച്ച് തന്റെ കാറിന്റെ അടുത്തേക്ക് നടക്കാനായിട്ട് തുടങ്ങി. നടക്കുന്ന സമയത്ത് ആ സ്ത്രീക്ക് സംശയമായി. അവിടെ കണ്ട് ആ വിചിത്രമായിട്ടുള്ള സ്ത്രീ അവരെ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന്. ഇത് പ്രേതമൊന്നുമില്ല, ഇത് സാധാ പെണ്ണുങ്ങൾ. ഇത് സ്ക്രിപ്റ്റ് ഇടാം, ഞാൻ വിശ്വസിക്കൂല. ഞാൻ ഈ പെണ്ണുങ്ങൾ ഓടി വരുന്ന ഞാൻ വിചാരിച്ചില്ല. ഈ വീഡിയോ വേണ്ട, കട്ട വീഡിയോ, വേറെ വീഡിയോ കാണാം. ഇതൊരു പള്ളിയിൽ നടന്ന സംഭവമാണ്. അതെ, ഇതൊരു പള്ളിയിൽ നടന്ന സംഭവമാണ്. പള്ളിയിൽ എന്താണ് നടന്നത്? എനിക്ക് ഈ വോയിസ് ഓവർ തീരെ പിടിക്കുന്നില്ല. അച്ഛൻ പ്രസംഗിക്കുന്നത് നമ്മൾക്ക് കാണാൻ സാധിക്കും. അച്ഛന്റെ രണ്ട് ഭാഗത്തായിട്ടും രണ്ട് കുട്ടികൾ നിൽക്കുന്നത് നമ്മൾക്ക് ഈ ഒരു വീഡിയോ കാണാൻ കഴിയും. അങ്ങനെ ആ അച്ഛൻ പ്രസംഗിക്കുന്ന സമയത്തായിരുന്നു വളരെയധികം വിചിത്രമായിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം ഭയാനകമായിട്ടുള്ള ഒരു ശബ്ദം അവർക്ക് കേൾക്കാൻ സാധിച്ചത്. ആരോ നിലവിളിക്കുന്ന ശബ്ദമാണ് നമ്മൾക്ക് ഇവിടെ കേൾക്കാൻ കഴിയുന്നത്. സോ ഞാൻ ആ ഒരു ശബ്ദം നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. El Señor esté con ustedes y con tu espíritu. Lectura del Santo Evangelio según. ആദ്യം ഇവർ ഈ ശബ്ദം കേട്ടപ്പോൾ ആ രണ്ട് കുട്ടികളും ശരിക്കും പേടിക്കുന്നു. നമ്മൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണാം. അവര് അത് എന്താണ് എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്. സോ ശരിക്കും ഈ പള്ളിയിൽ നിന്ന് ഈ ശബ്ദം എവിടെ നിന്നാണ്? ഞാൻ പറഞ്ഞത്, പള്ളിയിൽ വന്ന ഏതോ ഒരു ചങ്ങായി ഓനിക്ക് തൂറാൻ മുട്ടി. അപ്പൊ ആടെയുള്ള കക്കൂസി പോയി. എന്നിട്ട് മോട്ടറിലെ വെള്ളം തീർന്നു. എന്നിട്ട് മോട്ടറിലെ വെള്ളം ഇടാൻ വേണ്ടിട്ട് കൂക്കി എടുക്കുന്ന ഒച്ചാണ് നിങ്ങൾ ഈ കേട്ടത്. സംശയം ഉണ്ടാ? നിങ്ങൾ ഒന്നുകൂടി സൂക്ഷിച്ച് കേട്ടോയിക്കോ. El Señor esté con ustedes. അച്ചോ, മോട്ടറിലെ വെള്ളം ഇട് അച്ചോ. El Señor esté con ustedes. തൂറാൻ പോയിട്ട് മോട്ടറിലെ വെള്ളം തീർന്നിട്ട് കൂക്കി എടുത്തതിന് പ്രേതം പോലും. ഇതാരീ പറ്റിക്കുന്ന അന്യ പറ്റിക്കുന്ന. ഇത് ഒരു CCTV വിഷ്വൽസ് ആണ്. ഇവിടെ നമ്മൾക്കൊരു പശു നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. പെട്ടെന്നായിരുന്നു എന്തോ സാധനം ഉണ്ട്. ഈ മൃഗങ്ങൾക്ക് ഇതുപോലത്തെ സാധനത്തിനെ കാണാൻ പറ്റുമെന്ന് പറയുന്നത് കേൾക്കാം. നിങ്ങൾ ഈ പശുവിനെ നോക്കിയാൽ ഈ പശു അത് അങ്ങോട്ടേക്ക് നോക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം ഇത് ശരിക്കുള്ളതായിരിക്കുമോ? കാരണം ഞാൻ പറയില്ലേ, ഈ മൃഗങ്ങൾക്ക് ഇമാതിരി സാധനത്തിനെ കാണാനുള്ള കഴിവുണ്ടെന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്. ശരിക്കും നോക്കിയാൽ ഈ പശു ഇതാ ആ സാധനത്തിനെ നോക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം അങ്ങനെ ഒരു സാധനം അവിടെ വന്നിട്ടുണ്ട്. അവിടെ ഒരു രൂപം പ്രത്യക്ഷപ്പെട്ടത്. അങ്ങനെ അത് പ്രത്യക്ഷപ്പെട്ട് കുറച്ച് സംഭവമല്ലോ. പക്ഷെ ഈ വന്ന ഈ സാധനം എന്തെന്നാ ഈ കളിക്കുന്നേ? ഇതെന്തെന്നാ ഈ കളിക്കുന്നേ? മണ്ണുമാരി കളിക്കുന്ന പിരാന്നാ തോന്നി ഈ പ്രയത്തിന്. സമയങ്ങൾക്ക് ശേഷം അത് വീണ്ടും അപ്രത്യക്ഷമാവുകയാണ്. സോ ഇതൊരു ക്യാമറ ഗ്ലിച്ച് ആണോ എന്താണ്? ക്യാമറ ഗ്ലിച്ച് ആണെങ്കിൽ കൂടി ഇത് എങ്ങനെയാണ് പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുകയും അതേപോലെ അപ്രത്യക്ഷമാവുകയും ചെയ്തത്?
പക്ഷെ guys, നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. ഇമാതിരി പ്രേതങ്ങളെല്ലാം കാണപ്പെടുന്നത് ഈ നോക്കിയ ഫോണിലും ജിയോ ഫോണിലും എടുത്ത ക്യാമറയിലായിരിക്കും. ഇന്നേ വരെ ഏതെങ്കിലും ഒരു DSLR-ലോ അല്ലെ സോണി ആൽഫ 7-ലോ ഒരു പ്രേതെങ്കിലും അതിൽ 10 എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടോ? ആ ഒരു കാര്യത്തിൽ മാത്രം എനിക്ക് നല്ല സംശയമുണ്ട്. ഇത് മൊത്തം ഉടായ്പാണ് എന്നുള്ളത്. ഇത് ആരെയാ പറ്റിക്കുന്നത്? അന്യാ പറ്റിക്കുന്നേ? അങ്ങനെയൊന്നും പറ്റിക്കാൻ പറ്റില്ല. ഫ്രിഡ്ജിനൊക്കെ മാഗ്നറ്റ് ഇല്ലത് കൊണ്ട് തന്നെ അതിനെ ഒറ്റയ്ക്ക് തുറക്കാൻ കഴിയില്ല. ആരെങ്കിലും വലിച്ചാൽ മാത്രമേ അത് തുറക്കുകയുള്ളൂ. ഇല്ല എന്റെ പുറക്കത്തെ ഫ്രിഡ്ജിന് മാഗ്നറ്റ് ഉണ്ട്. പക്ഷെ ഇപ്പൊ അത് ഒറ്റക്ക് തുറന്നു വരുന്നുണ്ട്. ആ മാഗ്നറ്റ് പോയിട്ട് പോയി കഴിഞ്ഞാൽ ഒറ്റക്ക് തുറന്നിട്ടെല്ലാം വരും. എന്താ ഇതൊന്നും നടക്കൂല, ഇതൊന്നും എന്റെ അടുത്ത് നടക്കൂലേ. അങ്ങനെ ഇദ്ദേഹം ലൈവ് സ്ട്രീം ചെയ്യുന്ന സമയത്തായിരുന്നു അദ്ദേഹത്തിന് പിന്നിലുള്ള ഫ്രിഡ്ജ് സ്വയം തുറന്നത്. ശേഷം അദ്ദേഹം ഞെട്ടി എണീക്കുന്നത് നമ്മൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണാൻ സാധിക്കുന്നതാണ്. ഫാമിലി എന്നൊരു ടിക്ടോക്ക് അക്കൗണ്ടിലായിരുന്നു ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ട് വൈറലായത്. അങ്ങനെ അവര് പറയുന്നത് ഇവിടെ എന്തോ ആത്മാവുണ്ട്, അതാണ് ഈ ഫ്രിഡ്ജ് തുറന്നത് എന്നൊക്കെയാണ് അവര് പറയുന്നത്. സോ പ്രേതനക്കൊന്ന് ഇവിടെ വെള്ളം കിട്ടാണ്ട് കുണ്ടി കൊട്ടി മരിച്ച ഒരു പ്രേതമുണ്ട്. അതേ ഇടക്കിടക്ക് ഫ്രിഡ്ജ് തുറന്ന് നോക്കുന്നത്. ചെറുങ്ങനെ പേടിയെല്ലാം വരുന്നുണ്ട്. കൈസ് ഇതെല്ലാം കണ്ടിട്ട് അപ്പാട് മനസ്സിനങ്ങ് വിട്ടേക്കാം. രാത്രി ഒന്നും ഇതൊന്ന് കുത്തിയിട്ട് ആലോചിക്കാൻ നിൽക്കുക. ആദ്യം പറഞ്ഞേക്കാം. കില്ലിക്സിയ എന്ന യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ ആണിത്. ഇവര് രാത്രി കാറ് ഓടിച്ചു പോകുന്ന സമയത്തായിരുന്നു റോഡ് സൈഡിൽ അവർക്ക് ഈ ഒരു രൂപം കാണാൻ സാധിച്ചത്. ഇതിനെ സൂക്ഷിച്ചു നോക്കിയാൽ തലയില്ലാത്ത ഒരു മനുഷ്യനെ പോലെയാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. തലയുണ്ടല്ലോ, ഹൗസാക്കിട്ട് നോക്കട്ടെ. തലയുണ്ടാ? ഇങ്ങനെ വെച്ചതാണോ അല്ലെങ്കിൽ തല ഇല്ലേ? എന്നാൽ ഇതെന്ന സാധനം മറ്റേ സോംബി ആറ്റാൻ തോന്നുന്നുണ്ട്. ഞാൻ വിശ്വസിക്കൊന്നുമില്ല ഇങ്ങനത്തെ ഒന്നും. ഇതാരാ കള്ളും കുടിച്ചിട്ടാറ്റാൻ പോകുന്നാറ്റാ? വെറുതെ വോയിസ് ഓവറും BGM കൊടുത്ത് പേടിപ്പിക്കുന്നു. നിങ്ങളുടെ കുട്ടിയുടെ ഒരു ക്യൂട്ട് ആയിട്ടുള്ള വീഡിയോ ഷൂട്ട് ചെയ്യുകയാണ്. പിന്നീട് നിങ്ങൾ റെക്കോർഡ് ചെയ്ത വീഡിയോ നിങ്ങൾ ഒന്നും കൂടി കണ്ടു നോക്കുമ്പോഴാണ് ആ ഒരു വീഡിയോയിൽ ഒരു വിചിത്രമായിട്ടുള്ള രൂപം പതിഞ്ഞതായിട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. ഈ സ്ത്രീ തന്റെ കുട്ടി പാട്ട് പാടുന്ന വീഡിയോ വെറുതെ ഒന്ന് ഷൂട്ട് ചെയ്തതാണ്. ശേഷം ആ ഒരു വീഡിയോ അവര് എടുത്തു നോക്കിയപ്പോഴാണ് അവർക്ക് തന്റെ കുട്ടിയുടെ സൈഡിലായിട്ട് തന്നെ ഈ ഒരു രൂപം പതിഞ്ഞതായിട്ട് അവർക്ക് കാണാൻ സാധിച്ചത്. എന്നാലും ഇതെന്താ സാധനം? ഇവിടെ ചങ്ങായി പ്രേതാന്ന് തോന്നുന്നുണ്ട്. ഞാൻ പറ്റി ലേറ്റ് ഇടട്ടെ. അൺവോൾഫ് മീ ലൈറ്റോക്സ് എന്ന യൂട്യൂബർ പറയുന്നത് തന്റെ വീട് ഹോണ്ട്. ഇവനെന്തിനാ ഇരുട്ടത്ത് നിന്നിട്ട് വീഡിയോ എടുക്കുന്നത്? എനിക്ക് വെളിച്ചില്ല എന്റെ പോലേക്ക്. ഒരുമാതിരി നൈറ്റ് വിഷയം കുത്തിയൊരു വീഡിയോ എടുക്കുന്നത്. തന്റെ വീട്ടിൽ വളരെയധികം വിചിത്രമായിട്ടുള്ള ശബ്ദങ്ങളും അതേപോലെ വളരെയധികം ഭയാനകമായിട്ടുള്ള കാര്യങ്ങളും കാണാറുണ്ട് എന്നാണ് ഇദ്ദേഹം തന്റെ സബ്സ്ക്രൈബേഴ്സുമായിട്ട് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അങ്ങനെ ഇദ്ദേഹം ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഇദ്ദേഹത്തിന് സംഭവിച്ച കാര്യം നമ്മൾക്കൊന്ന് കണ്ടു നോക്കാം. എന്തോ ഒരു സാധനം ഉണ്ട്. ആകെ ചെറിയ സെക്കൻഡ് ആ സാധനത്തിന് കാണുള്ളൂ. എനിക്ക് മതിയായി, ഇന്നത്തേക്ക് ഇത്ര മതി. ഇങ്ങനത്തെ വീഡിയോ ഉണ്ടാ ശരിയാവൂല. അപ്പൊ ഗൈസ് ഇതെല്ലാം ഇന്നത്തെ വീഡിയോ. കുറച്ചധികം വീഡിയോസ് ഉണ്ട് ഗൈസ് ഇതുപോലത്തെ റിയാക്ട് ചെയ്യാൻ. പക്ഷെ നമുക്ക് ഇതിന്റെ പാർട്ട് 2 ആർക്കാന്ന് തോന്നുന്നുണ്ട്. എന്നെ കൊണ്ട് ഇന്നേ കഴിയൂല. അപ്പൊ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോ കാണാം. ഓക്കെ ബൈ. ഞാൻ പോട്ടെ മോനെ.